ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ ചടങ്ങുകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെസഹ അപ്പം ഉണ്ടാക്കാനുള്ള ഐറ്റംസാണിത്. അരിപ്പൊടിയാണ്, ഒരു 750 ഗ്രാം അരിപ്പൊടിയുണ്ട്. നൈസായിട്ട് പൊടിച്ച് വറുത്തതാണ്. അതിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പാണിത്. ഇത് ഉഴുന്നുപരിപ്പ് രാവിലെ ഞാനെടുത്ത് റോസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടതാണ്. അത് വെള്ളത്തിൽ നിന്ന് വാരി വെച്ചതാണ്. ഒരു 100 ഗ്രാം അങ്ങനെ വരും. പിന്നെ തേങ്ങ നമുക്ക് കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാം. ഞാനൊരു 1.5 മുറി തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നീട് വേണ്ടത് ഒരു 4 വലിയ അല്ലി ആയതുകൊണ്ട് ചെറിയുള്ളി 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ജീരകം, ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ ഈ എല്ലാ ഐറ്റവും കൂടി ഒന്നിച്ച് കുഴയ്ക്കുകയാണ് വേണ്ടത്. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടി അരയ്ക്കണം, മിക്സി ജാറിലിട്ട് അരയ്ക്കണം. തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്നുപരിപ്പ് എല്ലാം സെപ്പറേറ്റ് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഉഴുന്നരച്ചു, തേങ്ങ തന്നെ അരച്ചു, ജീരകവും പിന്നെ ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ അതും അരച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ മിക്സാക്കാൻ പോവുകയാണ്. മിക്സാക്കി ഉഴുന്ന് അരച്ചതാണിത്. തേങ്ങ അരച്ചത്. ഇത് വളരെ വിശുദ്ധിയോടുകൂടിയൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പ്രാർത്ഥിച്ച് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴൊക്കെ ചാച്ചനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. മമ്മി എല്ലാ സാധനവും ഒക്കെ അടുപ്പിച്ച് കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ. ചാച്ചനാണ് ഇത് കുഴച്ച് ഇലയൊക്കെ പരത്തി ഒക്കെ അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അതൊക്കെ ഒരു ഓർമ്മയാണ്. ഇവിടെ അമ്മയാണ് കേട്ടോ ചെയ്യാറ്. അമ്മയ്ക്കിപ്പം വയ്യാണ്ടായത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണ തൂത്ത് വെച്ചിരിക്കുകയാണ്. എണ്ണ തൂത്ത് വെച്ചാൽ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ വിട്ടു പോരാനൊക്കെ എളുപ്പമാവും. ഞാൻ അതിലേക്ക് കുരിശപ്പത്തിനുള്ളത് മാറ്റി വെക്കുകയാണ്. ഒരു 3 തവി അങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുരിശ് വെക്കുകയാണ് നമ്മൾ. ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടിയ ഓല മുറിച്ചിട്ട് കുരിശിൻ്റെ ആകൃതിയിൽ അപ്പത്തിൻ്റെ നടുക്ക് വെച്ചു. ഇനി പഴമക്കാർ വെക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരും ഇരിക്കട്ടെ അല്ലേ. മഞ്ഞളും ചുക്കുമാണ് വയ്ക്കുന്നത്. ഇനി അത് അപ്പച്ചെമ്പിൽ ആവിയിൽ വേവിക്കുകയാണ്. അപ്പോൾ അപ്പച്ചെമ്പിൽ കൊണ്ട് വെച്ചു. ഇനി അത് മൂടി ആവിക്ക് വേവിക്കും. പെസഹായ്ക്ക് പാല് കാച്ചാൻ പോവുകയാണ്. പാല് കാച്ചാൻ വേണ്ടി ഇതാ ഒരു തേങ്ങ പിഴിഞ്ഞ തലപ്പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലും 3-ാം പാലും കൂടിയാണിത്. വെള്ളം ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് ഏലക്കയും
ചുക്കും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് പാല് കാച്ചാൻ നോക്കാം. പാല് കാച്ചാൻ പുതിയ കലം വാങ്ങിയിട്ടുണ്ട്. പുതിയ കലത്തിലാണ്, പഴയ ആൾക്കാരൊക്കെ പുതിയ കലത്തിലാണ് പാല് കാച്ചുന്നത്. നോക്കാം. അപ്പോൾ പാല് കാച്ചാൻ വെച്ചിരിക്കുകയാണ്. 2-ാം പാലും 3-ാം പാലും ചേർത്ത് വെല്ലം ഉരുക്കിയത് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. ഹസ്ബൻഡ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് പാല് കാച്ചേണ്ടത്. തേങ്ങ പൊതിച്ച് ചിരണ്ടി പാല് പിഴിഞ്ഞ് എടുക്കുന്നതൊക്കെ കുടുംബനാഥനാണ്. വളരെ ഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അരിപ്പൊടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കുകയാണ്. അരിപ്പൊടി വെള്ളം പാലിച്ചിരി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കലത്തിലേക്ക് ഒഴിക്കുകയാണ്.